നമസ്കാരം. വിജിലൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെയും ഇന്നും നമ്മുടെ ഒപ്പം ഉള്ളത് കേരളത്തിന്റെ മുൻ DGP ശ്രീ ജേക്കബ് തോമസ് IPS. സാർ നമസ്കാരം. നമ്മൾ എല്ലാ ആഴ്ചയിലും എല്ലാ എപ്പിസോഡിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തേക്കുന്ന വിഷയം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരുമിച്ചൊരു ഇലക്ഷൻ നടത്തുന്നത് അത് നല്ലതിനാണോ? ഒരുമിച്ച് ഇലക്ഷൻ നടത്തുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ, ചർച്ചകൾ, അതിൻ്റെ ഒരു പഠനങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് നടന്നിട്ടുണ്ട്. 2018 സെൻട്രൽ ലോ കമ്മീഷൻ അതിൻ്റെ ശുപാർശകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷേ അവരന്ന് നൽകിയത് ഈ ഇന്ത്യയിൽ പല സ്ഥലത്തും കാലാവസ്ഥ, ചിലത് വടക്ക് ഭയങ്കര തണുപ്പായിരിക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ആ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കൊണ്ട് എല്ലായിടത്തും ഒരുപോലെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിയമസഭയുടെയും പാർലമെൻറ്റിൻ്റെയും ഒരുമിച്ച് നടത്താം, പഞ്ചായത്തിൻ്റെയൊക്കെ സെപ്പറേറ്റ് നടത്താം എന്നൊക്കെയായിരുന്നു അവരന്ന് തീരുമാനിച്ചത്. പക്ഷെ പിന്നീട് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു സ്ലോഗനോ നയമോ അതിനൊരു കാരണമുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ രാജ്യം ഇലക്ഷൻ മോഡിലാണ്. എപ്പോഴും ഇപ്പോൾ 2 മാസം മുമ്പ് 4-5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നു. അതും കഴിഞ്ഞാൽ വീണ്ടും ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ഒരു ഇലക്ഷൻ വരും. അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും, ബൈ ഇലക്ഷൻസ് വരും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമയവും റിസോഴ്സും എല്ലാം എപ്പോഴും ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് കളയാൻ പാടില്ലല്ലോ. ഒരിക്കൽ ഇലക്ഷൻ നടത്തി അടുത്ത 5 വർഷത്തേക്ക് അതിനെ മറന്നിട്ട് പിന്നെ ആ റിസൾട്ടിൽ ജയിച്ചവർ ബാക്കി ഭരണം നടത്താൻ വേണ്ടിയും നല്ല നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി, നല്ല നിയമങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വൺ നേഷൻ വൺ, ഒരു രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് 3 തലത്തിലേക്കും അല്ലെ 4 തലത്തിലേക്കോ, അതായത് ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അങ്ങനെയുള്ളത്, അതുപോലെ അസംബ്ലി, പാർലമെൻറ്റൊക്കെ ഒറ്റയടിക്ക് ഒരു പ്രാവശ്യം നമ്മൾ പോയി ക്യൂ നിന്നാൽ മതി. ഒരു പ്രാവശ്യം പോയി ക്യൂ നിൽക്കുമ്പോഴത്തേക്കും നമുക്കിഷ്ടമുള്ള പാർലമെൻറ്റിലേക്കുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്നു, അസംബ്ലിക്കുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്നു, ഗ്രാമപഞ്ചായത്തോ അല്ലെ മുനിസിപ്പാലിറ്റിയോ അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സെലക്ട് ചെയ്യുന്നു. അതോടെ പിന്നെ അടുത്ത 5 വർഷത്തേക്ക് ഇനി ആരെങ്കിലും മരിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ പിന്നെ ഒരു ബൈ ഇലക്ഷൻ്റെ ഒരു സാധ്യത വരുന്നുള്ളൂ. അപ്പോൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ് ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി കഴിഞ്ഞ വർഷം അത് രൂപീകരിച്ചിട്ടുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ചർച്ചകൾ നടന്നു, പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടാൻ വേണ്ടി ലെറ്ററുകൾ അയച്ചു. ഇപ്പം വീണ്ടും അടുത്ത കാലത്ത് 6 ദേശീയ പാർട്ടികളും അതുപോലെ 33 ഈ റീജിയണൽ പ്രാദേശിക പാർട്ടികൾക്കൊക്കെ ഒരു കത്തയച്ചിട്ടുണ്ട് ചർച്ചകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം എപ്പോഴും ഈ പ്രചരണവും മൈക്കും ബഹളവും അതുപോലെ ഈ ഇലക്ഷൻ നടത്താൻ വേണ്ടി കടക്കാരുടെ അടുത്തുനിന്നും കോറിക്കാരുടെ അടുത്തുനിന്നും ബാറുകാരുടെ അടുത്തുനിന്നൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പിരിക്കുന്നതൊക്കെ 5 ദിവസത്തിലൊരിക്കലല്ലേ പിരിവുള്ളൂ, എപ്പോഴും പിരിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇലക്ഷൻ ഒരു രാജ്യത്ത് എന്നുള്ളൊരു നയം നടപ്പാകുന്നത് നമുക്ക് വളരെ നല്ലതാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് വികസിക്കാനുണ്ട്, വികസന പ്രക്രിയ ചെയ്യാനുണ്ട്, നയങ്ങൾ നടപ്പാക്കാനുണ്ട്. അപ്പോൾ അതിന് സമയം വേണ്ടേ, അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് പ്രസംഗിച്ചിട്ട് നടന്നാൽ പോരല്ലോ. ക്രിമിനൽ കേസിലുള്ളവർ ഇലക്ഷന് ജയിക്കുന്നത് അത് നല്ലതാണോ? തീർച്ചയായിട്ടും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, ക്രിമിനലുകൾ നമ്മളുടെ നിയമനിർമ്മാണ സഭകളിൽ എത്താൻ പാടില്ല, അതിന് തർക്കമൊന്നുമില്ല, ഒരിക്കലും എത്താൻ പാടില്ല. പക്ഷെ അതിന് വേറൊരു വശമുണ്ട്. പലപ്പോഴും നമ്മുടെ ഇപ്പോൾ നാട്ടിലറിയാലോ, ഭരിക്കുന്ന പാർട്ടി എതിർ കക്ഷികൾക്കെതിരെ കള്ളക്കേസ് എടുക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക, പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുക, ദ്രോഹിക്കുക എന്നുള്ള കള്ളക്കേസ് എടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ട് കള്ളക്കേസാണ് ശരിയായ കേസാണെന്നൊക്കെ ഉള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് ട്രയൽ കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്കെതിരെ കള്ളക്കേസ് ഉള്ളത് കൊണ്ട് അയാളുടെ ജീവിതം മുഴുവൻ മത്സരിക്കാനേ പറ്റില്ല എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥാനാർത്ഥിയും അവർ ഏതെങ്കിലും കേസിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 പത്രങ്ങളിൽ അതുപോലെ 3 TV ചാനലിൽ പരസ്യപ്പെടുത്തണം ഇലക്ഷന് മുമ്പേ. അതും ഇടവിട്ട് പരസ്യപ്പെടുത്തും, ഒറ്റ ദിവസമല്ല. അതുപോലെ നമ്മളുടെ നാമനിർദ്ദേശ പത്രികയിലും നമുക്കെതിരെയുള്ള കേസുകൾ എല്ലാം അതിൻ്റെ അകത്ത് പറയണം. കേസ് ഏത് ലെവലിലാണ്, എവിടെയാണ്, എന്താണെന്ന് പറയേണ്ടതുണ്ട്, അതിന് കോളമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള നിയമസഭാ സാമാജികരോ അല്ലെങ്കിൽ MP-മാരോ അവരുടെ കേസുകളൊക്കെ സമയബന്ധിതമായിട്ട് 1 വർഷത്തിനകന്നൊക്കെയായിരുന്നു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവുമുണ്ട്. അപ്പം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ അത് ശരിയാണോ കള്ളക്കേസാണോ എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമാകുകയാണെങ്കിൽ ഇനി അവർ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നിയമസഭ അത് പോയല്ലോ, അവർക്ക് രാജിവെച്ചേ പറ്റൂ, അവർ പിന്നെ അല്ല. അപ്പം അതിനൊരു തീരുമാനമുണ്ട്, പെട്ടെന്ന് അതിൻ്റെ നീതി കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരമുള്ളത്. അത് ക്രിമിനൽ കേസിൽ പെട്ടു എന്ന് കരുതി അവർ മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ കള്ളക്കേസ് എടുത്ത് ഉപദ്രവിക്കുന്ന പ്രവണത ഉള്ളത് കൊണ്ട് അത് പലപ്പോഴും നല്ലതാവില്ല. വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണോ നിയമനിർമ്മാണ സഭയിൽ എത്തേണ്ടത്?
നമ്മളുടെ ജനാധിപത്യം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മളുടെ പല സാമ്പത്തികമായിട്ടും ടെക്നോളജിക്കലായിട്ടും ലീഗലായിട്ടും സാമൂഹ്യമായിട്ടും പരിസ്ഥിതികമായിട്ടും ഒക്കെ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ വികസിക്കുന്നതൊക്കെ ഓരോ അറിവിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ്. അപ്പോൾ നമ്മളുടെ നിയമനിർമ്മാണ സഭയിൽ പോകുന്നവർ നല്ല നിയമങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു ചിന്ത വരണമെങ്കിൽ അവർക്ക് അറിവ് വേണം. അറിവ് കിട്ടുന്നത് പല വിധത്തിൽ അറിവ് കിട്ടാം, പത്രം വായിച്ചും കിട്ടാം. പക്ഷെ ഓരോ പത്രം വായി കിട്ടുന്ന അറിവ് കറക്റ്റ് ആയിരിക്കണം നിർബന്ധമില്ലല്ലോ. ഓരോ TV ചില ചാനലുകൾ കാണുമ്പോൾ കിട്ടുന്ന അറിവ് കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ രാജ്യം കുട്ടിച്ചോറാകത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി നല്ല വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് വേണ്ടത്, പാരിസ്ഥിതികമായിട്ട് എന്ത് നിയമമാണ് വേണ്ടത്, ടെക്നോളജിക്കലി എന്ത് നിയമമാണ് വേണ്ടത്, എക്കണോമിക് എന്ത് നിയമങ്ങളാണ് വേണ്ടത്, അപ്പോൾ അതൊക്കെ തീരുമാനിക്കാൻ പറ്റും. അതുപോലെ അതിനനുസരിച്ച് നിയമങ്ങൾക്കനുസരിച്ച് നല്ല നയങ്ങൾ രൂപീകരിക്കേണ്ടതും അതിനെപ്പറ്റി ചർച്ച നടത്തേണ്ടതും ഒക്കെ ഈ പാർലമെൻറ്റിൽ പോകുന്നവരും നിയമസഭയിൽ പോകുന്നവരുമാണല്ലോ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഈ നിയമം നിർമ്മിക്കാൻ പോയാൽ, നയം തീരുമാനിക്കാൻ പോയാൽ, അതുപോലെ വിദ്യാഭ്യാസം ഉള്ളവരെ ഇങ്ങനെ അവരുടെ മുകളിലാണ് ഞങ്ങളെന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടി ഇരിക്കുന്നതൊക്കെ നമ്മളുടെ നാടിൻ്റെ പുരോഗതിക്ക് നല്ലതല്ല. ഒരു ഇലക്ഷൻ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷൻ സാധാരണഗതിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 5 ഘടകങ്ങളുണ്ട്. 1 സുതാര്യമായിരിക്കണം, 2 നിഷ്പക്ഷമായിരിക്കണം. ജനങ്ങൾക്ക് എല്ലാവർക്കും തോന്നണം ഈ ഇലക്ഷൻ വളരെ നിഷ്പക്ഷമായിട്ട് നടക്കുകയാണ്, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ മത്സരിക്കാനും ക്യാമ്പയിൻ ചെയ്യാനും അതുപോലെ ജയിക്കാനും തോക്കാനും ഒക്കെയുള്ള തുല്യ അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സമാധാനപരമായിരിക്കണം. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ചില ബൂത്തിലൊക്കെ ഒരു സമയമാകുമ്പോഴത്തേനും അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. അപ്പോൾ കുഴപ്പമുണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തു നിന്നുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു പേടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സമാധാനപരമാകേണ്ടത് ഒരു നല്ല നിഷ്പക്ഷമായ സ്വതന്ത്രമായ ഒരു കാര്യത്തിന് ആവശ്യമാണ്. അതുപോലെ ഈ സമാധാനപരമായിരിക്കുക, നിഷ്പക്ഷമായിരിക്കുക, സ്വതന്ത്രമായിരിക്കുക, ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് നമുക്ക് ഒരു സുതാര്യമായിരിക്കുക ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ് നല്ല ഇലക്ഷനുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും സുതാര്യമാണോ? ഇലക്ഷൻ്റെ ചെലവുകൾ ഇത്ര നിജപ്പെടുത്തിയിട്ടുണ്ട്. അസംബ്ലി ഇലക്ഷൻ ഇത്ര, പാർലമെൻറ്റ് ഇലക്ഷൻ ഇത്ര. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇലക്ഷന് ശേഷം ഇതിൻ്റെ കണക്കും കൊടുക്കണം, ഭരണാധികാരിക്ക് കൊടുക്കണം. അപ്പോൾ കണക്ക് കൊടുക്കുന്നതിന് ഫോർമാറ്റും കുറേ നീണ്ട കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മിക്കതും കള്ളക്കണക്കല്ലേ? നല്ല കണക്ക് കൊടുക്കുന്നവരുണ്ടാവാം, പക്ഷേ മിക്കതും കള്ളക്കണക്കല്ലേ? അപ്പോൾ അതിലെന്ത് സുതാര്യതയാവുള്ളത്? അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ അതുപോലെ ഇലക്ഷന് വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കുന്നത് ഇപ്പോൾ ഡൊണേഷൻ വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എത്ര പിരിച്ചു, എവിടെ നിന്നൊക്കെ പിരിച്ചു, എത്ര ഡൊണേഷൻ, അതിൽ സുതാര്യതയുണ്ടോ? അപ്പോൾ സുതാര്യത എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രശ്നമാണ്. ഇനി സമാധാനപരമാണോ? ചില സ്ഥലങ്ങളിലൊക്കെ പല ആക്രമണങ്ങളൊക്കെ ഇലക്ഷൻ്റെ ദിവസം പോളിംഗ് ബൂത്തിലും അല്ലാത്ത സ്ഥലങ്ങളിലും ക്യാമ്പയിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഒരു പേടി മനുഷ്യരുടെ മനസ്സിലുണ്ടാവും. ഇത് നമ്മൾ വോട്ടിങ്ങിന് ഇന്നേ ഇവിടെ അടിപിടിയാണ്, ഇനി ഇലക്ഷൻ്റെ ഒന്ന് ബൂത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ ഇതിനെ പുലിവാല് പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നല്ല ഒരു ജനാധിപത്യ രാജ്യമായി നല്ല ഇലക്ഷൻ നടക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വതന്ത്രമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, സമാധാനപരമായിരിക്കണം, സുതാര്യമായിരിക്കണം. അതൊക്കെ അത്യാവശ്യമാണ്. അടുത്ത കാലത്ത് സുപ്രീം കോടതിയിലും പാർലമെന്റിലും ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നിരുന്നു. അതിന് കാരണം എന്താണ്? ഇന്ത്യയിലുള്ള ഒരു ബഹുഭൂരിപക്ഷം ആളുകളുടെ മനസ്സിൽ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു TN ശേഷന്റെ പേര് വരും. അതിൻ്റെ കാരണം അദ്ദേഹം വളരെ ഈ പറഞ്ഞ നല്ല ഘടകങ്ങൾ, നിഷ്പക്ഷം, സുതാര്യം, സമാധാനപരമായിട്ടൊക്കെ നടത്താൻ വേണ്ടി ഉള്ള നടപടികളെന്ന് എടുത്തു. അന്നാണ് ആദ്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും വേറെ സംസ്ഥാനങ്ങളിൽ നിരീക്ഷകരെ നിയമിക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ പല നല്ല ഒരു തീരുമാനങ്ങൾ, നയ തീരുമാനങ്ങൾ അന്ന് എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. കാരണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു സ്വതന്ത്ര പദവിയാണല്ലോ. അതുപോലെ ഇലക്ഷൻ്റെ സമയത്ത് നിഷ്പക്ഷമായിട്ട് നടത്താൻ വേണ്ടി, സമരം നടത്താൻ വേണ്ടി മറ്റുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാകുകയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കൺട്രോളിലാകുകയാണ്. അപ്പോൾ TN ശേഷൻ എന്ന് പറയുന്ന വ്യക്തിത്വം അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിരിക്കുന്നത് അതിനുശേഷമാണ് പിന്നെ ഒരാളെന്നുള്ളതിലേക്ക് 3 പേരായി. അപ്പോൾ കുറച്ച് പവർ ഡൈല്യൂട്ട് ചെയ്യുക എന്നൊക്കെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ
നിഷ്പക്ഷമല്ല എന്നുള്ള ചില ആക്ഷേപങ്ങൾ വന്ന് ചിലർ സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അതിന് ഒരു കമ്മിറ്റി, സുപ്രീം കോടതിയും കൂടി ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഒക്കെ ആകുന്നതാണെങ്കിൽ നിഷ്പക്ഷമാകും, സുതാര്യമാകും, സ്വതന്ത്രമാകും എന്നൊക്കെയുള്ള ഒരു നിബന്ധനകൾ വന്നു. അപ്പോൾ അത് പക്ഷേ ഒരു എക്സിക്യൂട്ടീവിനെ തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതി അല്ലല്ലോ നമ്മുടെ ജനാധിപത്യത്തിൽ നിയമപരമായിട്ട്. അതൊരു ലീഗൽ അല്ലെങ്കിൽ നമ്മളുടെ എക്സിക്യൂട്ടീവിൻ്റെ ഡിവിഷൻ ഓഫ് പവേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ജുഡീഷ്യറിക്ക് എന്ത് അധികാരങ്ങളുണ്ട്, എക്സിക്യൂട്ടീവിന് എന്ത് അധികാരങ്ങളുണ്ട്, നിയമനിർമ്മാണ സഭയ്ക്ക് എന്ത് അധികാരങ്ങളുണ്ട്. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ നിയമനിർമ്മാണ സഭയുടെയും അധികാരത്തിൽ ജുഡീഷ്യറി വന്ന് ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ വന്ന് ചെയ്യുന്നത് അത് നമ്മുടെ ജനാധിപത്യത്തിന് മുന്നോട്ടുള്ള പോക്കിന് അത്ര നല്ലതല്ല എന്ന് നമ്മളുടെ പാർലമെൻറ്റിലുള്ള എം പിമാർ കരുതി പാർലമെൻറ്റിൽ വേറൊരു നിയമം ഉണ്ടാക്കി, അത് എങ്ങനെയാണ് നിയമിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇത് നിയമിക്കേണ്ടത് ആരാണേലും ഇത് എത്ര പേരുണ്ടെങ്കിലും ഒക്കെ ആ നിയമിക്കപ്പെടുന്നവരുടെ വ്യക്തിത്വമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് ഈ TN ശേഷൻ്റെ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. നല്ല വ്യക്തിത്വമുള്ളവർ ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മുടെ ഇവിടെ ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ പ്രചാരണമാണ് അഴിമതിയുടെ മൂല കാരണം എന്ന് ചിലർ പറയുന്നു. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സാധാരണ ഇലക്ഷന് രണ്ട് വിധത്തിൽ കാണാം. ഒന്ന്, ചില സ്ഥാനാർത്ഥികൾക്ക് ഒരു ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് ഉള്ള ഒരു നോമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിരിക്കാനുള്ള ലൈസൻസായി. എല്ലാ കടക്കാരുടെ അടുത്തുനിന്നും, കോറിക്കാരുടെ അടുത്തുനിന്നും, ബാറുകാരുടെ അടുത്തുനിന്നും, ബസ്സുകാരുടെ അടുത്തുനിന്നും എവിടെ നിന്നൊക്കെ പിരിക്കാം. എവിടെയൊക്കെ പിരിവ് കിട്ടുമോ അവിടെ നിന്നൊക്കെ പിരിക്കും. കാരണം ഞാനിങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി മന്ത്രിയാവും, അല്ലെങ്കിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഉള്ള ഇതിൽ. അപ്പം പലരും ഇങ്ങനെ ഒരു സംഘടിതമായിട്ടാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഘടിത ശക്തിയും കൂടെ ആണല്ലോ. അപ്പോൾ അങ്ങനെ പിരിക്കാനുള്ള ഒരു ലൈസൻസ് ആണ് എന്നുള്ളത് ഉണ്ട് ചിലർക്ക്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അതൊരു വശം. ഈ ഇലക്ഷൻ ഇപ്പോൾ കൂടുതൽ ചെലവേറി വരികയാണ്. അപ്പോൾ അത് ഈ ഒരു മേളമാക്കുക, ഉത്സവമാക്കുക, കൊഴുപ്പാക്കുക ഈ ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഇത്ര വണ്ടികളെ ഓടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല കള്ളത്തരങ്ങളിൽ കൂടെ വണ്ടികൾ കൂട്ടലോടും. ഇത്ര രൂപയുടെ ഫ്ലെക്സ് ടോട്ടൽ ചിലവ് ഇത്രയാണല്ലോ. ഈ ഫ്ലെക്സുകളൊക്കെ ആർക്ക് എന്താ കണക്കുള്ളത്? അതൊക്കെ ഈ ഇലക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഓരോ പാർട്ടിയുടെ ആൾക്കാർക്കും കൈയിട്ട് വരാൻ വേണ്ടി, അഴിമതി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഇലക്ഷൻ. അപ്പോൾ അത് ഒരു കാര്യമാണ്. ഈ ലോക്കൽ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ ഇലക്ഷൻ നടത്തുന്നവർ, ഇലക്ഷൻ മാനേജേഴ്സ് എന്ന് പറയുമല്ലോ, അവർ പിരിക്കുക, പിന്നെ അത് ചിലവാക്കുന്നതിനുള്ള കള്ളക്കണക്കുകൾ, അതൊക്കെ ഒരു കാര്യം. ഇനി രണ്ട്, ഈ ഇലക്ഷന് ജയിച്ച് അധികാരത്തിൽ വന്ന് ഏതെങ്കിലും പദ്ധതികളിൽ നിന്ന് 20% കമ്മീഷനോ മറ്റേ 30% കമ്മീഷനോ കിട്ടുമെന്നൊരു ഉറപ്പില്ലല്ലോ. അപ്പോൾ എനിക്ക് സ്ഥാനം കിട്ടുന്ന, അധികാരം കിട്ടുന്ന സമയത്ത് അടുത്ത ഇലക്ഷന് വേണ്ടി, അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇലക്ഷനെ നേരിടുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെയും ഒരു മൂല കാരണമാണ്. അതിന് തർക്കമൊന്നുമില്ല. ഇലക്ഷനിൽ നമുക്ക് നിഷ്പക്ഷത എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? ഇലക്ഷനിൽ നിഷ്പക്ഷത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സമയത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നയ തീരുമാനങ്ങളോ അല്ലെ ഇലക്ഷനെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങളോ ഒക്കെ സർക്കാരുകൾ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇലക്ഷനെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു നിഷ്പക്ഷമാകുന്നില്ല, എല്ലാവർക്കും തുല്യ ഇത് കിട്ടണമല്ലോ. അപ്പോൾ അവർക്ക് കോടതിയിൽ പോയി അത് ചലഞ്ച് ചെയ്യാൻ പറ്റും. അത് ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുന്നു, അത് വിളിച്ച് കേൾക്കുന്നു, അങ്ങനെയൊക്കെയുള്ള നടപടികളുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഇലക്ഷൻ നടത്തേണ്ട ഉദ്യോഗസ്ഥർ, അത് താഴത്തെ സ്കൂളിലെ ടീച്ചർ മുതൽ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് സൂപ്രണ്ട്, റവന്യൂവിലെ മറ്റ് വകുപ്പുകളിലെയൊക്കെ എല്ലാ ഉദ്യോഗസ്ഥരും ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാകുകയാണ്. അവർക്ക് പിന്നെ ആ സമയത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ല, പകരം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴത്തേനും അവർ അകലെയുള്ള ഡൽഹിയിലിരിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇലക്ഷന് വേണ്ടി മാത്രം വന്നാണല്ലോ, അവരുടെ ഉദ്ദേശം നന്നായിട്ട് ഇലക്ഷൻ നടത്താതെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക്കൽ ഇൻഫ്ലുവൻസുകൾ ഒന്നും ഈ ഉദ്യോഗസ്ഥരുടെ മുകളിൽ, അത് കളക്ടർ ആയാലും ശരി SP ആയാലും ശരി, ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാക്കുന്നത് ഇലക്ഷൻ പ്രക്രിയ. അത് വീണ്ടും അത് ലാസ്റ്റ് ഈ റിസൾട്ടൊക്കെ വരുന്നവരെ പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അത് നിലവിലുള്ള സമയത്ത് അപ്പോൾ അത് നിഷ്പക്ഷമാകും. കളക്ടർ തീരുമാനിക്കുന്ന ഇവിടുത്തെ ലോക്കൽ മന്ത്രിയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമം അനുസരിച്ചാണ്. അതുപോലെ ലോക്കൽ SP തീരുമാനിക്കുന്ന ഒരു കേസ് എടുക്കുന്നതോ കള്ളക്കേസ് എടുക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല, കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലാണ്. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒബ്സർവേഴ്സ് ഉണ്ട്, നിരീക്ഷകർ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ അവർ നിരീക്ഷിക്കും. അതുപോലെ എക്സ്പെൻസിന് വേണ്ടി പ്രത്യേക നിരീക്ഷകരുണ്ട്, എത്ര ചിലവാക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബഹുമുഖ
കാര്യങ്ങളിൽ കൂടിയാണ് നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്നത്. ഇനി ഇത് അതിനു മുമ്പ് ആക്ഷേപങ്ങൾ പലതും ഉണ്ടാകും. പിന്നെ ഈ ഇലക്ഷൻ പ്രക്രിയ തുടങ്ങുന്ന ആദ്യം വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കുക, അതിനൊരു സമയമുണ്ട്. അതുപോലെ മരിച്ചുപോയവരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റുക, എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യുക, ആക്ഷേപമുള്ളവർക്ക് വീണ്ടും കൊടുക്കുക, അതിന് സമയം കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇലക്ഷൻ ഡേറ്റ് തീരുമാനിക്കുന്നു, ഡിക്ലെയർ ചെയ്യുന്നു, പിന്നെ അത് ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് ഡേറ്റുകൾ തീരുമാനിക്കുന്നത്, ഇലക്ഷൻ നടത്തുന്നു. ആ നടത്തുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ വീണ്ടും റീപോളിംഗ് നടത്താം, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിഷ്പക്ഷത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനുശേഷം ഈ എണ്ണി തിട്ടപ്പെടുത്തി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ഷേപം ഉണ്ടെങ്കിൽ വീണ്ടും പരാതി നൽകാം. അപ്പം നിഷ്പക്ഷത ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മളുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ കുറേയധികം വഴികളും മാർഗങ്ങളും ഒക്കെ ഉണ്ട്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷമായില്ലേ, 1950 നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതിനു ശേഷം ഇത്രയും വർഷം ഇലക്ഷൻ നടന്നല്ലോ. ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു. നമ്മുടെ റഷ്യയിലെ പോലെ 25 കൊല്ലം ഒരാൾ ആയില്ലല്ലോ. സൗത്ത് കൊറിയയിലെ പോലെ 1950കളിൽ വല്യപ്പൻ, അതിനുശേഷം അപ്പൻ, അതിനുശേഷം ഇപ്പം മകൻ കിം ആയിരിക്കുന്നത്. അത് അവിടുത്തെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. റഷ്യയിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവാം. അപ്പോൾ അതുപോലെ ഉള്ള ഇലക്ഷൻ അല്ലല്ലോ നമ്മളുടെ ഇവിടെ. വളരെ ആളുകൾ മാറുന്നുണ്ട്. MLA ആകുന്ന ഇപ്രാവശ്യം MLA ആകുന്ന അടുത്ത പ്രാവശ്യം MLA ആവുന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് തീർച്ചയായിട്ടും നിഷ്പക്ഷവും സുതാര്യവും സ്വതന്ത്രവും ഒക്കെ ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷനുകൾ. ക്യാഷ് ഫോർ വോട്ട്, അല്ലെങ്കിൽ വോട്ടർമാർക്ക് കാശ് കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി, അങ്ങനെ ഒരു ആക്ഷേപം ഇപ്പോഴും നിലവിലുണ്ടോ? അടുത്തിടെ നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അദ്ദേഹത്തിനെതിരെ ഈ ക്യാഷ് ഫോർ വോട്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു കേസ് 2015 അദ്ദേഹം വേറൊരു MLAക്ക് എന്തോ ക്യാഷ് നൽകി എന്നുള്ളതാണ് കേസ്. അന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നു, കേസെടുക്കുകയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിപ്പോൾ അന്ന് TDPയുടെ MLA ആയിരുന്നു. ഇപ്പോൾ പുള്ളി പാർട്ടി മാറിയിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA ആണ്. അപ്പം ആ ഒരു കേസ് അടുത്ത കാലത്ത് ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നുണ്ട്, ക്യാഷ് ഫോർ. അപ്പം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കുന്നു എന്നുള്ളത് ഈ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുടെ 2015 മുതലുള്ള കേസ് പഠിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അന്വേഷണമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴും ഉണ്ടെന്നുള്ളത്. കോൺഗ്രസിൻ്റെ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയുടെ കേസാണത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ AAP ഒക്കെ ഡൽഹിയിലൊക്കെ ചെയ്യുന്ന കേട്ടില്ല, ഈ ഫ്രീ ബീസ് കൊടുക്കുക. ഫ്രീ ബീസ് കൊടുക്കുക എന്ന് അതിൻ്റെ അകത്തൊരു ക്യാഷ് എലമെൻ്റ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഫ്രീ ബീസ് എന്ന് പറയുന്ന സാധനം ഒരു TV ആയാലും ശരി, അരി ആയാലും ശരി, സാരി ആയാലും ശരി, വാഷിംഗ് മെഷീൻ ആയാലും ശരി, അതിനൊക്കെ പൈസ മുടക്കുണ്ട്. ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം സാധനമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതും ഒരു പ്രലോഭിപ്പിക്കലല്ലേ, വിലയ്ക്ക് വാങ്ങിക്കലല്ലേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഫ്രീ ബീസ് നൽകുക. നമ്മുടെ കേരളത്തിൽ കിറ്റ് നൽകി വോട്ട് ജയിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ആക്ഷേപങ്ങളുണ്ടല്ലോ. കിറ്റ് നൽകൊണ്ടാണോ ഇല്ലോ എന്നുള്ളതൊക്കെ ഒരു ശാസ്ത്രീയമായ പഠനം ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇനി ആക്ഷേപമുണ്ട്. അപ്പോൾ ഫ്രീ ബീസ് നൽകി തമിഴ്നാട്ടിലൊക്കെ പണ്ട് ജയലളിതയൊക്കെ പല പല സാധനങ്ങൾ കൊടുത്തിട്ടാണ് ഇലക്ഷൻ നയിക്കുന്നതൊക്കെ ആക്ഷേപങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും എല്ലായിടത്തും ഇങ്ങനെ. ഇപ്പം ഏറ്റവും അധികം വിഷയമായത് AAPയുടെ ഡൽഹിയിലെ ഒരു ഫ്രീ ബി കൾച്ചർ, അതിനുവേണ്ടി അദ്ദേഹം പോരാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്നാണ്. അപ്പോൾ ക്യാഷ് ഫോർ വോട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. ഞാനൊരു കേസിൻ്റെ പിൻബലത്തിൽ അത് പറയുന്നു. അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലുള്ള നമ്മളുടെ ഒരു ഇൻഫോർമലായിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഇതൊരു ഓപ്പണായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് അതിന് തെളിവൊന്നും ഉണ്ടാവില്ല, കൊടുക്കുന്നവനും വാങ്ങിക്കുന്നവനത് പറയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും വളരെ ദുഷിച്ച ഒരു രീതിയാണ്. ഇതൊന്നുമില്ലാതെ ഒരു സ്ഥാനാർത്ഥി നല്ലതാണോ, വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണോ, ഇയാളെ ജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ അവിടെ പോയി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നാടിനെ ചെയ്യാൻ മാത്രമുള്ള ഒരു വിവരവും പ്രാപ്തിയും ഒരു നിഷ്പക്ഷ സ്വഭാവവും ഒരു നീതിബോധവും ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് വോട്ടർ നോക്കണ്ടേ. അല്ലാതെ എനിക്ക് ക്യാഷ് തരുന്ന ആൾക്ക് വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം നശിക്കും. അപ്പോൾ അതാണ് ഈ ക്യാഷ് ഫോർ വോട്ടിൻ്റെ ഒരു വലിയ ദുരന്തം. അതുപോലെ തന്നെ ഫ്രീ ബീസ് നൽകുന്നു. അത് തന്നെ ഫ്രീ ബീസ് എത്ര കാലം നൽകാൻ പറ്റും? രാജ്യം താഴോട്ട് പോകത്തില്ല. എത്ര കാലം നൽകാൻ പറ്റും? മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മെച്ചമാണോ? നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന തുടങ്ങിയതിന് ശേഷം കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. നമ്മളുടെ തൊട്ടടുത്ത് നമ്മളുണ്ടായ അതേ ദിവസം ഉണ്ടായ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു അവസ്ഥ നോക്കുക. നമ്മുടെ തൊട്ടയലോക്കമാണല്ലോ. നമ്മുടെ നാട്ടിലെ ചില കക്ഷികൾക്കൊക്കെ പാകിസ്ഥാനാണ് ഏറ്റവും വലിയ നല്ല രാജ്യം, പാകിസ്ഥാനിലെ ജനാധിപത്യമാണ് നല്ലത്, അവിടുത്തെ ഭരണമാണ് നല്ലതെന്നൊക്കെ പ്രസംഗിക്കുന്ന ചില കക്ഷികളെയൊക്കെ ഞാൻ വാർത്തകളിൽ കാണാറുണ്ട്. അപ്പോൾ അവിടുത്തെ ജനാധിപത്യം, അവിടുത്തെ ഇലക്ഷനും എന്താണ്? നമ്മുടെ തൊട്ട് പടിഞ്ഞാറാണ്. ഇനി അത് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പോ ഇലക്ഷനോ ഉള്ളത് പിന്നെ അങ്ങ് ഇടയ്ക്ക് ഒന്നും ഒഴുത്തില്ല.
എല്ലായിടത്തും കുടുംബവാഴ്ചയും സ്വേച്ഛാധിപത്യവും മത ഇങ്ങനെ ഒരു മൗലികവാദ ഭരണവും ഒക്കെയാണല്ലോ. പിന്നെ അങ്ങ് ഇസ്രായേലിൽ ചെന്നാലേ ഉള്ളൂ ഏഷ്യയിൽ ലാസ്റ്റ് ഒരു ജനാധിപത്യ ഭരണവും തിരഞ്ഞെടുപ്പുള്ളൂ. പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഇടത്തും തിരഞ്ഞെടുപ്പില്ല. ജനങ്ങളുടെ ഇഷ്ടമോ അതൊന്നും കാര്യങ്ങളൊന്നും ആരും ചോദിക്കാനില്ല. അപ്പോൾ അങ്ങനെ സ്വേച്ഛാധിപതികൾ ഭരിക്കുന്ന ഒരു പ്രദേശങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ളത്. അപ്പോൾ പിന്നെ അത് നമ്മുടെ ഏഷ്യയിലെ കാര്യം ഞാൻ പറയുന്നത്. ഇനി അടുത്ത് നമ്മുടെ ഒരു പടിഞ്ഞാറ് വടക്കോട്ട് കഴിഞ്ഞാൽ റഷ്യയുടെ ഇലക്ഷൻ നമുക്കറിയാമല്ലോ. പുടിൻ തീരുമാനിക്കും എത്രയാണ് പെർസെൻറ്റേജ് ഉണ്ട്, 70 വേണം, 75 വേണം, 80 വേണം എന്നുള്ളത് തീരുമാനിക്കും. അത്രയും കിട്ടിയിരിക്കും. അതിന് എതിർത്ത് നിൽക്കുന്ന കക്ഷികളൊക്കെ ഏതെങ്കിലും ജനലിൽ നിന്ന് താഴെ പോകും, അല്ലെങ്കിൽ ഷെയർ കേസിൽ നിന്ന് താഴെ പോകും, അല്ലെങ്കിൽ പ്ലേറ്റിൽ പോകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആരോപണങ്ങൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. അത് നമ്മുടെ വടക്ക് പടിഞ്ഞാറുള്ള കാര്യം. അങ്ങനെ പിന്നെ നമ്മുടെ വടക്ക് ചൈനയിൽ അറിയാമല്ലോ, അവിടെ ഒരാളങ്ങ് തീരുമാനിക്കും ഞാനാണ് ജീവിതകാലം മുഴുവൻ എന്നങ്ങ് തീരുമാനിക്കുന്നത്. അതൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകതകളാണ്, മതമൗലികവാദ ഭരണങ്ങളുടെ പ്രത്യേകതകളാണ് ഈ പടിഞ്ഞാറോട്ടുള്ളത്. അപ്പോൾ ശരിക്കുള്ള ജനാധിപത്യ പ്രക്രിയയിലുള്ള ഇലക്ഷൻ നടക്കുന്ന ഒരു രാജ്യം ഈ ഏഷ്യയിൽ ഇന്ത്യയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും നിഷ്പക്ഷമായിട്ടും സുതാര്യമായിട്ടും സ്വതന്ത്രമായിട്ടും സമാധാനപരമായിട്ടും ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്രാവശ്യം മേഘാലയയിൽ ജയിച്ചത്, ഭരണം മാറി വേറൊരാൾ വന്നു, ഛത്തീസ്ഗഡിൽ വന്നു, MP-യിൽ വന്നു, ആന്ധ്രാപ്രദേശിൽ വന്നു. മാറുന്നില്ലേ ഭരണം? അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. കേരളത്തിൽ 50 വർഷമായിട്ട് ചിലരൊക്കെ MLA ആവുന്നത് അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഈ 50 വർഷം MLA എന്ന് പറയുന്നത് ഈ MLA സ്ഥാനം ഒരു ജോലിയായിട്ട് കണക്കാക്കുന്ന പോലെ ഇരിക്കും. ആക്ച്വലി MLA സ്ഥാനം MP സ്ഥാനവും ഒക്കെ ഒരു ജോലിയാണോ? ഇത് ഒരു സ്ഥിരം ശമ്പളവും കിട്ടി, അതിനുശേഷം ആജീവാനന്ദ പെൻഷനും കിട്ടി, ഈ ശമ്പളം കിട്ടുന്ന MP ആയിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ചികിത്സയൊക്കെ സ്വിറ്റ്സർലൻഡിൽ പോകണമെങ്കിൽ ചികിത്സ നടത്താം, അമേരിക്കയിൽ പോയി ചികിത്സ നടത്താം, ഏത് രാജ്യത്തും പോയി ചികിത്സ നടത്താം എന്നൊക്കെയുള്ള ഇപ്പോഴത്തെ നമ്മുടെ കണ്ണൂരിൻ്റെ MP KPC പ്രസിഡന്റ് അമേരിക്കയ്ക്ക് മറ്റേ പോയിരിക്കുക ചികിത്സ നടത്താൻ വേണ്ടി. അവിടെ മുഖ്യമന്ത്രി അമേരിക്കയ്ക്കാണ് ചികിത്സ നടത്താൻ പോകുന്നത്. അതുപോലെ പഴയ മുഖ്യമന്ത്രിയൊക്കെ സ്വിറ്റ്സർലൻഡിൽ അവിടെയൊക്കെ പോയി ചികിത്സ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജീവിതകാലം മുഴുവൻ ഒരു ജോലി പോലെ ഈ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ജനപ്രതിനിധിയാണോ അതോ രാഷ്ട്രീയ ജോലിയാണോ രാഷ്ട്രീയ തൊഴിലാണോ എന്നുള്ള പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമല്ല. ഓരോ 2 വർഷം ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ടല്ലോ, അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ 2 പ്രാവശ്യം കൂടെ നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ അവർ മാറണം. അതൊക്കെ നല്ല മച്യൂർ ഡെമോക്രസിയിലുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഇവിടെ 50 വർഷവും ഞാൻ നിങ്ങളെ അങ്ങ് ബലമായിട്ട് അങ്ങ് പ്രതിനിധീകരിക്കും, ഞാനാണ് നിങ്ങളുടെ MLA എന്ന് പറയുന്നത് തികച്ചും സ്വേച്ഛാധിപത്യപരമാണ്. ജനങ്ങൾക്ക് മറ്റുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുന്ന നടപടിയാണ് 50 വർഷം തുടർച്ചയായിട്ട് ഒരു MLA ആയിരിക്കുന്നത്, അല്ലെങ്കിൽ MP ആയിരിക്കുന്നത്. സ്വേച്ഛാധിപത്യ ചിന്തയാണത്, തർക്കമില്ലാതെ. അത് മാറേണ്ടതുണ്ട്. പണമുള്ളവർ ഇലക്ഷനിൽ ജയിച്ചു വരും എന്നൊരു ആക്ഷേപമുണ്ട്, അത് ശരിയാണോ? പണമുള്ളവർ ഇലക്ഷന് ജയിച്ചു വരും എന്നുള്ളത് അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു ആക്ഷേപമായിട്ടേ പറയുന്നുള്ളൂ. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന്, അതായത് 2019 നടന്ന പാർലമെൻറ്റ് ഇലക്ഷന് ഒരു സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ MP ആയി നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ ഒരു സംസ്ഥാനത്തു നിന്ന്. ഒരു വകുപ്പും വകയും സമ്പത്തും വരുമാനവും ഇല്ലാത്ത എത്രയോ ആളുകൾ MP-മാരാകുന്നു, MLA-മാരാകുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ പണം വേണം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ആവശ്യമുള്ള കാര്യമല്ല. പക്ഷേ ഇലക്ഷനിയറിങ്ങിന് വളരെ സമ്മതനായ ഒരാളാണെങ്കിൽ ഒരു പണം മുടക്കേണ്ട കാര്യമില്ല. ജനത്തിന് അയാളെ അറിയാമല്ലോ. ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വലിയ ഫ്ലെക്സും വലിയ ഉച്ചഭാഷയും നടത്തി ജനങ്ങളെ കഷ്ടപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയ കിടത്തുന്ന ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ സ്പ്രെഡൊക്കെ വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് പണം ആവശ്യമില്ല. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ക്രൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയും. ബാക്കി പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് പൈസ സ്വീകരിച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ യാത്ര ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ സ്വീകരിച്ച് ഇലക്ഷൻ നേരിടുന്ന ചില നല്ല മാതൃകകളുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലും അങ്ങനെ മാതൃകകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചാൽ ഈ കടക്കാരുടെ അടുത്ത് നിന്ന് പിരിക്കാൻ പോകുന്നതും ഈ കടക്കാരുടെ അടുത്ത് പിരിക്കാൻ പോകുക അവിടെ പിരിവ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് പേടിച്ചിട്ട്. കാരണം അല്ലെങ്കിൽ തല്ലിപ്പൊള്ളിക്കും അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടല്ലോ, നിന്നെ കാണിച്ചു തന്നേക്കാന്നൊക്കെ പറയും എനിക്ക് ഭരണം കിട്ടിയാൽ. രണ്ടാമത്തെ കാര്യം, പുള്ളിയുടെ സ്ഥലം വിട്ടിട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലല്ലോ ഇത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്നത്. നമ്മൾ വീണ്ടും അടുത്ത് കഴിഞ്ഞാൽ അവിടെ സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വില കൂട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന ഈ ഡൊണേഷൻ്റെയും പണത്തിൻ്റെയും ഒക്കെ അതിൻ്റെ ഒരു ഭാരം സാധാരണ വോട്ടർമാർക്കാണ്. ഈ പിരിവ് കൊടുത്തതിന് ശേഷം പിന്നെ ചെല്ലുന്ന ആളുകളുടെ അടുത്തൊക്കെ വില കൂട്ടി വാങ്ങിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മളാണ് അത് കൊടുക്കുന്നത്, അല്ല കടക്കാരൻ്റെ പോക്കറ്റിൽ നിന്നും ഒന്നും പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ പണം ഇലക്ഷന് വേണം എന്നുള്ള പരിപാടി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലിയൊരു ദുഷിപ്പാണ്.
അത് മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ രാഷ്ട്രീയ പാർട്ടികൾ മുൻകെടുത്താലേ നടക്കുകയുള്ളൂ. അതിന് ആർജവമുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യം ലോകത്തിൽ തന്നെ ഏറ്റവും മെച്ചമുള്ള ജനാധിപത്യമാവും. പ്രാദേശിക പാർട്ടികൾ ഈ കൂടി വരുന്നത് ഇലക്ഷനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇപ്പോൾ പ്രാദേശിക പാർട്ടികളെ നാഷണൽ പാർട്ടികൾ സോളിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പുറകെ പോവുക എന്നുള്ള ഒരു പ്രവണത വരുന്ന ഒരിക്കലും നല്ലതല്ല. കാരണം നാഷണൽ പാർട്ടികൾക്ക് ഒരു ദേശീയ ചിന്താഗതികളും ദേശീയ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാകാം. അതേസമയം തമിഴ്നാട്ടിലുള്ള DMK എന്ന് പറയുന്ന പാർട്ടിക്കോ AIDMK എന്ന് പറയുന്നത് തമിഴ്നാട് മാത്രമല്ല അവർക്ക് ചിന്തയുള്ളൂ. അതുപോലെ തെലങ്കാനയിലുള്ളൊരു പാർട്ടിക്ക് തെലങ്കാന മാത്രമേ ചിന്തയുള്ളൂ. BSP എന്ന് പറയുന്ന UP പാർട്ടിക്ക് UP മാത്രമേ ചിന്തയുള്ളൂ. അതുപോലെ TMC എന്ന് പറയുന്ന ബംഗാളിലുള്ളതിന് അതേ ചിന്തയുണ്ടാവുള്ളൂ. ശിവസേനയ്ക്ക് മഹാരാഷ്ട്ര മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ. അപ്പോൾ പ്രാദേശിക പഞ്ചാബിൽ അകാലിദൾ അങ്ങനെ പല സംസ്ഥാനങ്ങളിലുണ്ട്. ഈ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നം. നമ്മളൊരു ഫെഡറൽ സിസ്റ്റമാണ്, ആർക്കും പാർട്ടി ഉണ്ടാക്കാം, മത്സരിക്കാം, അതൊക്കെയാണ്. പക്ഷേ നമ്മുടെ രാജ്യമാണ് വലുത്, സംസ്ഥാനമല്ല വലുത് എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഈ റീജിയണൽ പാർട്ടീസിന് ഉണ്ടാകണമെന്നില്ല. അവർക്ക് ജയിക്കുക, അവിടെ നാട്ടിലെ ഇവിടെ ഈ നമ്മുടെ ഭാഷ കൂടുതൽ നടപ്പാക്കണം, നമ്മുടെ ഭാഷ ബോർഡ് എഴുതി വെക്കണം, വിദ്യാഭ്യാസം എല്ലാം നമ്മുടെ ഇതിലായിരിക്കണം, അങ്ങനെ എല്ലാവരും നശിച്ചു പോകണമെന്നുള്ള തട്ടിലുള്ള വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെപ്പടി വിധികളൊക്കെ ചെയ്യുന്നത് പലപ്പോഴും മൊത്തത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നല്ലതല്ല. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 100 കണക്കിന് പാർട്ടികളുണ്ട്. ഇലക്ഷൻ വരുമ്പോഴത്തേനും കൂടുതൽ വരും. അതേസമയം അമേരിക്ക നമ്മൾ ഫോളോ ചെയ്യുന്ന UK രീതിയാണ്. UK 2 മെയിൻ പാർട്ടിയേ ഉള്ളൂ, അമേരിക്കയിൽ 2 മെയിൻ പാർട്ടിയേ ഉള്ളൂ. നല്ല രാജ്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് യൂറോപ്പിലൊക്കെ ഗ്രീൻസ് എന്നൊക്കെ പറഞ്ഞ ചില പാർട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും മെയിൻ 2 പാർട്ടിയേ ഉള്ളൂ. ഒരു പാർട്ടി ഭരിക്കുമ്പോൾ മറ്റേ പാർട്ടിയും ഈക്വലി സ്ട്രോങ് ആണെങ്കിൽ നല്ല ഒരു ഭരണം ഉണ്ടാകും. കാരണം മോശം ഭരണമാണെങ്കിൽ അടുത്ത് ഈ ഷാഡോ ആയിട്ട് ഇപ്പോണ്ടല്ലോ കയറി വരും എന്നുള്ളൊരു ചിന്തകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കുറേ റീജിയണൽ പാർട്ടികൾ, കുറേ പാർട്ടികളുള്ളത് നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നല്ലതല്ല. ഒരുപാട് നന്ദിയുണ്ട് സർ. നമുക്ക് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഇന്ന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.